നമസ്കാരം. അഫ്ഗാനിൽ അമൂല്യ ധാതുശേഖരം എന്ന വാർത്ത ലോകം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. അത് ഏറ്റെടുത്തിരിക്കുകയാണ്. $3 ട്രില്യൺ വിലമതിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ഉപയോഗിക്കാത്ത ധാതുക്കളും വിഭവങ്ങളും കണ്ണുവെക്കുന്ന ലോകരാജ്യങ്ങൾ ഏറെയാണ്. അവർക്കിടയിൽ ആദ്യം നിലയുറപ്പിച്ചിരിക്കുന്നത് ചൈനയാണ്. ആർത്തിയോടെ ചൈന അഫ്ഗാനിലേക്ക് കണ്ണു നട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ചെമ്പ്, സ്വർണം, എണ്ണ, പ്രകൃതിവാതകം, യുറേനിയം, ബോക്സൈറ്റ്, കൽക്കരി, ഇരുമ്പയിര്, അതേപോലെ തന്നെ ലിഥിയം, ക്രോമിയം, ലെഡ്, സിങ്ക്, രത്നക്കല്ലുകൾ, ടാൽക്, സൾഫർ, ജിപ്സം, മാർബിൾ തുടങ്ങിയ വിഭവങ്ങളാൽ സമ്പന്നമാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ താലിബാൻ പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. അവർ വീണ്ടെടുത്തിരുന്നു. ഇത്രയേറെ മൂല്യമുള്ള നിക്ഷേപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിന്റെ ഖനനത്തിന് ഇതുവരെ രാജ്യങ്ങളോ കമ്പനികളോ അഫ്ഗാനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചൈനയ്ക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് അറിയിച്ചതായി രാജ്യത്തെ മൈൻസ് പെട്രോളിയം മന്ത്രാലയം വക്താവ് സൂചന നൽകുകയും ചെയ്തിരുന്നു. നോക്കൂ, കൃത്യമായ ഒരു നിരീക്ഷണം ഈ രംഗത്ത് അധികൃതർ എടുത്തിട്ടുണ്ട്. അതായത് കൊറോണ വൈറസ് ആഘാതത്തിൽ നിന്ന് ആഗോള സാമ്പത്തിക വീണ്ടെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതായിരിക്കും അഫ്ഗാനിലെ വിഭവങ്ങൾ എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ചെമ്പിലേക്ക് വരികയാണെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ മൈൻസ് ആൻഡ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ 2019 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ ചെമ്പ് വിഭവം ഏകദേശം 30 ദശലക്ഷം ടണ്ണാണ്. മന്ത്രാലയം പ്രസിദ്ധീകരിച്ച അഫ്ഗാൻ ഖനന മേഖലയുടെ റോഡ് മാപ്പിൽ കണ്ടെത്താത്ത നിക്ഷേപങ്ങളിൽ 28.5 ദശലക്ഷം ടൺ ചെമ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ലോഹത്തിന്റെ ആവശ്യം വർദ്ധിക്കുന്നതനുസരിച്ച് നിലവിലെ വിലയിൽ $100 കണക്കിന് ബില്യൺ മൂല്യമുള്ള മൊത്തം 60 ദശലക്ഷം ടണ്ണിനടുത്ത് അത് കൊണ്ടുവരും. മെറ്റലർജിക്കൽ കോർപ്പറേഷൻ ഓഫ് ചൈനയുടെയും ജിയാങ്സി കോർപ്പറേഷന്റെയും ഒരു കൺസോർഷ്യം 2008 രാജ്യത്തെ ഏറ്റവും വലിയ ചെമ്പ് പദ്ധതിയായ മെസ് ഐനാക്കിനായി 30 വർഷത്തെ പാട്ടത്തിനെടുത്തിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഈ ഭീമനാസ്തി ഇനിയും വികസിപ്പിക്കാനുണ്ട്. എന്നാൽ 11.08 മില്യൺ ടൺ കോപ്പർ MCC കണക്കാക്കുന്നത് നിലവിലെ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് വിലയനുസരിച്ച് $100 ബില്യൺ വിലമതിക്കുമെന്നാണ്. മറ്റ് ലോഹങ്ങളിലേക്ക് വരുമ്പോൾ റിപ്പോർട്ടുകൾ അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ 2.2 ബില്യൺ ടണ്ണിലധികം സ്റ്റീൽ നിർമ്മാണ അസംസ്കൃത വസ്തു ഇരുമ്പയിരുണ്ടെന്നും നിലവിലെ വിപണി വിലയനുസരിച്ച് $350 ബില്യൺ വിലമതിക്കുന്നുവെന്നും പറയുന്നു. ഏകദേശം $170 മില്യൺ വിലമതിക്കുന്ന 2700 കിലോഗ്രാം സ്വർണ്ണ വിഭവങ്ങൾ വളരെ മിതമായതാണ്. അതേസമയം അഫ്ഗാൻ മന്ത്രാലയം അടിസ്ഥാന ലോഹങ്ങളായ അലുമിനിയം, ടിൻ, ലെഡ്, അതേപോലെ തന്നെ സിങ്ക് എന്നിവ രാജ്യത്തിന്റെ ഒന്നിലധികം പ്രദേശങ്ങളിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ലിഥിയത്തിലേക്ക് വരികയാണെങ്കിൽ 2010 US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് മെമ്മോയിൽ അഫ്ഗാനിസ്ഥാനെ ലിഥിയത്തിന്റെ സൗദി അറേബ്യ എന്ന് വിശേഷിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റേൺ രാജ്യം ക്രൂഡ് ഓയിലിന്റെ ആഗോള വിതരണത്തിന് ഇത് നിർണായകമാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള ബാറ്ററികളിൽ ലിഥിയം വ്യാപകമായി ഉപയോഗിച്ചിരുന്ന കാലത്താണ് ഈ താരതമ്യം നടത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ 1.4 ദശലക്ഷം ടൺ അപൂർവ ഭൂമിധാതുക്കളുണ്ടെന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 17 മൂലകങ്ങളുടെ ഒരു കൂട്ടം ഉപഭോക്തൃ ഇലക്ട്രോണിക്സിലും സൈനിക ഉപകരണങ്ങളിലും അവയുടെ പ്രയോഗങ്ങൾക്ക് വിലമതിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ഹൈഡ്രോ കാർബൺ സമ്പന്നമായ ഇറാനും തുർക്ക്മെനിസ്ഥാനും ഉള്ളതിനാൽ അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം 1.6 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിലും 16 ട്രില്യൺ ക്യൂബിക് അടി പ്രകൃതിവാതകവും 500 ദശലക്ഷം ബാരൽ പ്രകൃതിവാതക ദ്രാവകങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി രത്നക്കല്ലുകളിലേക്ക് വരികയാണെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി രാജ്യത്തിന്റെ വടക്കൻ ബദാഖ്ഷാൻ പ്രവിശ്യയിൽ ഖനനം ചെയ്ത ആഴത്തിലുള്ള നീല അർദ്ധവിലയേറിയ കല്ലായ ലാപ്പിസ് ലാസുലിയുടെ പ്രധാന ഉറവിടമാണ് അഫ്ഗാനിസ്ഥാൻ. കൂടാതെ മാണിക്യവും മരതകവും പോലെയുള്ള മറ്റ് രത്നക്കല്ലുകൾ ഉണ്ടായെന്നും പറയുന്നു. പക്ഷേ ഖനനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കുറവാണ് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഖനന മേഖലകളിലേക്ക് നല്ല റോഡുകളും റെയിൽവേ ലൈനുകളും ഒക്കെ കുറവാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ഉയർന്ന ഈ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ആ ധാതു വിഭവങ്ങളെ കുറിച്ചുള്ള പറച്ചിലുകളിലൊക്കെ പരിസ്ഥിതി വിദഗ്ധർ വലിയ രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട്. അതായത് കുറഞ്ഞ സമയത്തിൽ വൻതോതിൽ ഖനനം വന്നാൽ വായുമലിനീകരണം, ജലദൗർലഭ്യം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്കൊക്കെ ഇത് വഴിവെക്കുമെന്നാണ് പരിസ്ഥിതി വിദഗ്ധർ പറയുന്നത്. ഇതൊരു പ്രതിസന്ധിയിൽ അഫ്ഗാനിസ്ഥാനെ കൊണ്ടെത്തിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ചൈനയുടെ കണ്ണുകൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ തന്നെയാണ്. കാരണം എന്തിനും ഏതിനും എല്ലായിടത്തും ആധിപത്യം സ്ഥാപിക്കുവാൻ വെമ്പൽ കാട്ടുന്ന ചൈന ഇത്തരത്തിലൊരു വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയേറെ ധാതുസമ്പന്നമായ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു പടി മുന്നിലെത്താൻ ചൈന അക്ഷീണം പ്രയത്നിക്കുകയാണ് എന്നതാണ് ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ പദ്ധതികൾ ചൈന ഇതിന് പിന്നിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.